ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഹലോ സർ, ഞാൻ സാറിനെ പല രീതിയിൽ അപ്രോച്ച് ചെയ്തിരുന്നു വാട്സപ്പിലൊക്കെ. അപ്പോൾ ഇങ്ങനെ യൂട്യൂബ് ഫ്രീ ലൈവ് സെഷൻ ഉണ്ട്, അതിൽ നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പാഷൻ എനിക്കൊരു പ്രൊഫഷൻ ഉണ്ട്. അപ്പം രണ്ടിലും എനിക്കത് പർപ്പസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ലൈഫ് ബെറ്റർ ആക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം പക്ഷെ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ പാഷൻ വൈസ് പോകുന്ന സമയത്ത് എനിക്കൊരു ഫിയർ ഓഫ് ഫെയിലർ വരുന്നുണ്ട്. അതായത് ഒരു പീക്ക് ടൈം എത്തുമ്പോൾ, ഇപ്പം ഞാൻ എൻ്റെ പ്രൊഫഷൻ വിട്ട് പ്രൊഫഷനിൽ ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന്, ആക്ച്വലി ഞാൻ പറയാം, ഞാനൊരു ഡോക്ടറാണ്. ഓക്കെ, അപ്പം പൊതുവേ നമ്മളിപ്പം ഞാൻ MBBS മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം വീട്ടിൽ നിന്നൊക്കെ നമ്മൾ നെക്സ്റ്റ് പറയുക PG എടുക്കണം എന്നുള്ളതാണ്. അപ്പം PG എടുക്കണം എന്ന് എനിക്കുണ്ട്. ബട്ട് PG എടുക്കുന്നതിന് മുമ്പേ ഞാൻ ഈ പാഷൻ വൈസ് നോക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഈ പാഷനിൽ എനിക്ക് എത്രത്തോളം ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ അതിൽ ഞാൻ എത്രയും എൻ്റെ പാഷന് ഞാൻ കൊടുക്കാൻ റെഡിയാണ്. അത്രയും ഞാൻ ഫുൾ ഇത് കൊടുത്തിട്ട് ചെയ്യാൻ റെഡിയാണ്. ബട്ട് എൻ്റെ ഫിയർ എന്ന് പറഞ്ഞാൽ, എനിക്ക് ആ ഒരു ഇൻകം ജനറേറ്റ്, എത്രയും ഞാൻ വിചാരിച്ച ആ ഒരു ഇൻകം, ഇപ്പം ഡോക്ടറായി PG എടുത്ത് നല്ലൊരു ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, ഈ പറഞ്ഞ ബേസ് ലൈൻ സാലറി ഉണ്ടാവും. പക്ഷെ അവിടെ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, എനിക്ക് മെന്റലി എനിക്കത് സാറ്റിസ്ഫൈഡ് അത്രയല്ല. കാരണം ഹെൽത്ത് നമ്മൾ സ്വയം പാഷൻസിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് പേഴ്സണൽ വൈസ് എൻ്റെ മെന്റൽ ഹെൽത്ത് അത്ര എനിക്ക് വർക്ക് ലൈഫിൽ കിട്ടുന്നില്ല ഡോക്ടറായിട്ടുള്ള. അപ്പം പാഷൻ വൈസ് പോകുമ്പോൾ എനിക്കത് കിട്ടുന്നുണ്ട്, എനിക്ക് ആൾക്കാർ കൊടുക്കാനും പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇൻകം എത്ര വരെ മാക്സിമം എനിക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പേടി. Okay, great. I'll answer that. Number 1, നിങ്ങൾ MBBS എടുക്കാനുള്ള കാരണം എന്താ? നിങ്ങളുടെ താല്പര്യം കൊണ്ട് എടുത്താണോ, അല്ലെങ്കിൽ പാരന്റ്സ് പറഞ്ഞിട്ട് എടുത്താണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് താല്പര്യം കൊണ്ട് തന്നെ? ഒന്നെന്ന് വെച്ചാൽ ഞാൻ just give me the answer. Let's speak it very short. Why did you take this? നിങ്ങളുടെ ഇഷ്ടം കൊണ്ടാണോ? എൻ്റെ ഇഷ്ടം കൊണ്ട് തന്നെ. Okay. Number 2, what was the purpose? Why did you want to become a doctor? ബിക്കോസ് ഈ ഹെൽത്ത്, ഞാൻ സയൻസ് ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. ഇപ്പൊ സയൻസ് വൈസ് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടണം, അവരുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള വയസ്സായിരുന്നു ഞാൻ എടുത്തത്. അപ്പൊ ക്ലിയർ പർപ്പസ് ഉണ്ടായിരുന്നു? നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോഴും MBBS എടുക്കുമ്പോഴും ക്ലിയർ പർപ്പസ് ഉണ്ടായിരുന്നു? ഇല്ല, MBBS എടുക്കുമ്പോൾ പർപ്പസ് ഉണ്ടായിരുന്നില്ല. MBBS എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, എനിക്ക് വേറെ ഒരു ഇപ്പം മാത്സ് അങ്ങനെ കണക്കുപരമായ കാര്യങ്ങളൊക്കെ എനിക്ക് താല്പര്യമില്ല. ഞാൻ സയൻസ് ആയിരുന്നു എനിക്ക് ഒന്നും കൂടെ താല്പര്യം. അങ്ങനെ രീതിയിൽ ഞാൻ MBBS എടുത്തതാണ്. അപ്പൊ നിങ്ങൾക്ക് ഡോക്ടർ ആവാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല? MBBS എടുക്കുമ്പോൾ ഡോക്ടർ ആവാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല? ഇല്ല, ഡോക്ടർ അങ്ങനെ ഞാൻ എത്രയും ഇതാക്കി ഡോക്ടറായിട്ട് അങ്ങനെ ഫുൾ ഇതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പിന്നെ അതിൽ ഇൻട്രസ്റ്റഡ് ആയി വന്നതാണ്. ഓക്കെ, ലേറ്റർ സ്റ്റേജിൽ. അതെ. ഓക്കെ, ഗ്രേറ്റ്. ഇപ്പോൾ നിങ്ങൾ അതിന് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അതേ സമയത്ത് നിങ്ങൾക്ക് വേറെ പാഷൻ എന്താന്ന് ഇപ്പം പറയണ്ട. ഓക്കെ, നിങ്ങൾക്ക് വേറെ എന്തോ പാഷൻ എന്ന് പറഞ്ഞു. ആ പാഷൻ ഞാൻ ചോദിക്കുന്നത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ പ്രൊഫഷൻ ആണ് വിചാരിക്കും. ആർ യു വർക്കിംഗ് റൈറ്റ് നൗ ആസ് എ ഡോക്ടർ? ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരു ഇൻകം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? സാലറി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, റൈറ്റ്, ഗുഡ്. നിങ്ങൾ എൻജോയ് ചെയ്യണ്ട. ചില സമയത്ത് 24 hours, ചിലപ്പോൾ 42 hours അല്ല, അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്, എനിക്കറിയാം. അപ്പൊ അതിൽ നിങ്ങൾക്ക് സാലറി ഒക്കെ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. നിങ്ങൾ മാരീഡ് ആണോ? അതെ, മാരീഡ് ആണ്. നിങ്ങളുടെ വൈഫ് വർക്ക് ചെയ്യണ്ടോ, അല്ലെ ഹൗസ് വൈഫ് ആണോ? വൈഫ് പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ ചിലപ്പോ ഹോസ്റ്റലിലാണോ വീട്ടിലാണോ? വീട്ടിലും എന്റെ കൂടെ ഒക്കെ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ആ ഫാമിലി ലൈഫിന് യാതൊരു പ്രശ്നമില്ല? Is that right? ഇല്ല. Okay, so ഇത് സേഫ് സോൺ ആണ് നിങ്ങളുള്ളത്. Do you agree? ഇപ്പൊ നിങ്ങളുള്ള സേഫ് സോണില. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾക്ക് തബല അടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, തബല വായിക്കാൻ നല്ല, അത് നിങ്ങളെ പാഷനാണ്, അതിൽ പൈസ കിട്ടുന്നില്ല. But you love doing it. അപ്പൊ നിങ്ങൾ ചിലപ്പം പറയാം, ഓക്കെ സാറ്റർഡേസിൽ ഐ എം നോട്ട് ഗോയിങ് ടു വർക്ക്. ഓർ മേ ബി നിങ്ങൾ മന്ത്ലി നിങ്ങൾക്ക് 4 days ഓഫ് ഉണ്ട് എന്ന് വിചാരിക്കുക. ആ 4 days നിങ്ങളൊരു ക്ലബ് ഉണ്ട്, തബല ക്ലബിൽ പോയിട്ട് നിങ്ങൾ തബല പ്ലേ ചെയ്യാന്ന് വിചാരിക്കുക. ബിക്കോസ് യു എൻജോയ് ദാറ്റ് 4 days വിത്ത് വാട്ട് യു ഡു. എസ്പെഷ്യലി നിങ്ങളുടെ ഫ്രണ്ട്സും മ്യൂസിക് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന് വിചാരിക്കുക. Okay. Now you're balancing both.
യെസ് യെസ്. ബിക്കോസ് നിങ്ങൾക്ക് പാഷൻ ഉണ്ട്, പാഷന് പൈസ കിട്ടുന്നില്ല, പക്ഷേ അവിടുന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, പാഷന് സാർ ഞാനിപ്പം പാഷനും നിങ്ങൾ ഫുൾഫിൽമെന്റ് കിട്ടുന്നുണ്ട്, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. എത്ര പേർക്ക് അത് മനസ്സിലായി? ശരിക്കും മനസ്സിലാക്കി, ഞാൻ പറഞ്ഞ ശരിക്കും മനസ്സിലാക്കുക. സോ ഫ്രം യുവർ പാഷൻ യു ആർ ഗെറ്റിംഗ് സാറ്റിസ്ഫാക്ഷൻ ആസ് വെൽ ആസ് ഫുൾഫിൽമെന്റ്, വെയർസ് ഫ്രം യുവർ ജോബ് യു ആർ ഗെറ്റിംഗ് മണി, യെസ് യു ആർ ഗെറ്റിംഗ് status, you are getting family. Is that right? യെസ് And you're helping people. That's a purpose. Do you agree to that? You're helping യെസ് people യെസ് because അവിടെ ഒരുപാട് പെയിനാണ് നിങ്ങൾ കില്ല് ചെയ്യണത്. Is that correct? യെസ്. Okay, now let me ask you, നിങ്ങൾ ഇപ്പോഴത്തെ പാഷന് അത് മണി ജനറേറ്റ് ചെയ്യണ്ടോ? ആ ഉണ്ട്, ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ജനറേറ്റ് ഉണ്ട്. റൈറ്റ്. അപ്പം ജനറേറ്റ് ചെയ്യുന്ന പറഞ്ഞാല് ഞാൻ ആ പാഷനില് ഇപ്പൊ ഇതേ സെയിം ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെ അണ്ടറിൽ ഇപ്പൊ ടീമായിട്ട് വർക്ക് ചെയ്യാണ്. അതായത് അവിടെ ഞാനൊരു കാര്യങ്ങൾ പഠിക്കാൻ, ഞാൻ ആളുടെ അപ്രോച്ച് ചെയ്ത് ആള് ഫോളോ ചെയ്യുന്ന സിസ്റ്റം പഠിക്കാൻ വേണ്ടി ആളുടെ അണ്ടറിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇൻകത്തിന്റെ ഫസ്റ്റ് ബേസ് തുടങ്ങി, സ്റ്റാർട്ടിങ് ജനറേറ്റിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പം ചെയ്യുന്ന ജോബിനായിട്ട് അതിന് കോൺട്രഡിക്റ്റ് ചെയ്യണ്ട, ഇൻട്രസ്റ്റ് കോൺട്രഡിക്റ്റ് ചെയ്യണ്ടോ? നിങ്ങൾ കോൺട്രാക്ട് സൈൻ ചെയ്ത് എവിടെയെങ്കിലും? എങ്ങനെ ഇൻട്രസ്റ്റ്? അതായത് നമ്മൾ ഒരു കമ്പനി വർക്ക് ചെയ്യുമ്പോൾ മറ്റേ കമ്പനി ഇതിനോട് സെയിം ടൈപ്പ് ഓഫ് കമ്പനി വർക്ക് ചെയ്യാൻ പാടില്ല, നമ്മൾ കോൺട്രാക്ട് ഇതുണ്ടാവും, MOU ഉണ്ടാവും. അതെ അതെ, സെയിം ടൈപ്പ് ഓഫ് കമ്പനി, അപ്പോൾ സെയിം നിങ്ങൾ ടൈപ്പ് ഓഫ് കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന കുഴപ്പമുണ്ടോ? ഇങ്ങനത്തെ അതായത് കമ്പനി ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ വർക്കിംഗ് അണ്ടർ സം സീനിയർ ആസ് എ ടീം, അത് നിങ്ങൾ ശരിക്കുള്ള ആ ഫസ്റ്റ് ജോബിനായിട്ട് കോൺട്രഡിക്ട് ചെയ്യണ്ടോന്ന് ചോദിച്ചാൽ ലീഗലി? ഇല്ല ഇല്ല ഇല്ല. അപ്പൊ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, രണ്ട് സ്ഥലത്ത് വർക്ക് ചെയ്യാം. വർക്ക് ചെയ്യാം. അപ്പൊ പിന്നെ പ്രശ്നം എന്താ നിങ്ങൾക്ക്? അതായത് ഞാനിപ്പം എന്റെ എയിം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭാവിയിൽ ഇതിപ്പോ ഞാൻ ആളുടെ അണ്ടറിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അതെ. അപ്പം എനിക്ക് കിട്ടുന്നത് ഒരു സാലറി പരമായിട്ടാണ്. ഇവിടെ സാലറി അല്ലേ? അതെ, ഡോക്ടേഴ്സ് ഇതിനും സാലറി ആണ്. പക്ഷെ ഇതിൽ എനിക്കിപ്പം ഇപ്പം ഇതിൽ രണ്ടും കൂടെ കൊണ്ടുപോകുമ്പോൾ ഇപ്പം ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും കൂടെ അതിൽ കൂടുതൽ പഠിച്ച് PG ഒക്കെ എടുക്കുമ്പോൾ അതിനായിട്ട് തന്നെ ഇരുന്ന് വീണ്ടും എക്സ്ട്രാ ലോഡ് വരും. അപ്പം എനിക്ക് ഈ പാഷൻ അതിലേക്ക് ഫുൾ ആയിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഇവിടെ 1 lakh കിട്ടുന്നത് വിചാരിക്കാം മന്ത്ലി ആസ് എ ഡോക്ടർ. ഇവിടെ ഇപ്പോൾ നിങ്ങൾ സാലറി നോക്കിയിട്ട് നിങ്ങൾ പറയാ, ആർ യു ഗെറ്റിംഗ് ദ സെയിം സാലറി ഹിയർ? അതെ, പാഷന്റെ വൈസും കിട്ടുന്നുണ്ട്. പാഷൻ വൈസും കിട്ടുന്നുണ്ട്. അതെ. ഓക്കെ, അത് നിങ്ങൾക്ക് സെയിം സ്റ്റേറ്റസ് കിട്ടുന്നുണ്ടോ? സ്റ്റാറ്റസ് സെയിം കിട്ടുന്നില്ല. ഓക്കെ, നമ്പർ 3, ഇതിന് സെർട്ടേണിറ്റി ഉണ്ടോ? നിങ്ങളിപ്പോ പാഷനും ആ ഗ്രൂപ്പും ടീമും അതിന് സെർട്ടേണിറ്റി ഉണ്ടോ? അതായത് മുമ്പോട്ട് പോകുന്നുള്ള ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. നിങ്ങൾക്ക് മറ്റേ ഇതിൽ ഇപ്പൊ നിങ്ങൾ ജോബിൽ വർക്ക് ചെയ്യണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അവിടെയും ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ വീക്കിലി 2 days ആണ് എടുക്കുന്നുള്ളൂ, ജോബ് ചെയ്യുന്നുള്ളൂ. കാഷ്വാലിറ്റി ജോബാണ്. ഇപ്പം ഇവിടെ പറഞ്ഞാല് ഞാൻ 24 hour ദിവസം എടുക്കുകയാണ്. അതായത് ഞാനൊരു ഇൻകം എന്ന രീതിയിൽ മാത്രമാണ് ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അതായത് പക്ഷെ മറ്റടുത്ത് ഞാൻ എന്റെ ഫുൾ ഇത് കൊടുത്ത് ഈ ജോലിക്കിടയിലും ഞാൻ എന്റെ ക്ലയൻസിനെ മൊത്തം ഞാൻ മോണിറ്റർ ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ യു ആർ മോർ പാഷനേറ്റ് ഹിയർ. രണ്ടാമത്തെ നിങ്ങൾക്ക് ഇൻകം തരുന്നുണ്ടല്ലോ? ഉണ്ട്. നിങ്ങൾ പറഞ്ഞ സെയിം ലൈക്ക് ദ ഫസ്റ്റ് വൺ. നിങ്ങൾ ഹോസ്പിറ്റൽ അതേപോലത്തെ ഇൻകം തരുന്നുണ്ട്. സ്റ്റേറ്റസ് ചിലപ്പോൾ കുറവായിരിക്കും, പക്ഷെ ഇവിടെ ഗ്രോത്ത് ഉണ്ട് നിങ്ങൾക്ക്. അതെ, ഗ്രോത്ത് ഉണ്ട്. ഒരു 3 years ഡൗൺ ദ ലൈൻ നിങ്ങൾ ഗ്രോ ചെയ്യും. ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിനെക്കാളും ഇവിടെ കാഷ്വാലിറ്റി ആണെന്ന് നിങ്ങൾ പറഞ്ഞു. ഇവിടെ നിങ്ങൾ ഗ്രോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ? ഗ്രോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സ്പീഡാണ് ഇതിനേക്കാളും സ്പീഡിലാണോ ഗ്രോ ചെയ്യല് ഇവിടെ? സെക്കൻഡിൽ നിങ്ങൾ പാഷനിൽ അവിടെ നിങ്ങൾ ജോബിനേക്കാളും സ്പീഡ് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്ത് ഗ്രോ ചെയ്യുന്ന ചാൻസ് ഉണ്ടോ? സാധ്യത ഉണ്ടോ? എനിക്ക് എന്റെ ബോസിൽ വിശ്വാസമുണ്ട്. ഇപ്പത്തെ ഞാൻ ചെയ്യുന്ന പാഷൻ എന്ന് പറയുന്നത് പാഷൻ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ കോച്ചിങ് ആണ്. അപ്പം അതിൽ നമ്മുടെ ക്ലയൻസ് വരുന്നതിനനുസരിച്ച് ചിലപ്പം ഫ്ലെക്സിബിൾ ആയിരിക്കും സാലറി. ചിലപ്പം നമ്മുടെ എത്രത്തോളം എന്റെ കണ്ടറിൽ ക്ലയൻസ് ഉണ്ട് അതിനനുസരിച്ചായിരിക്കും എന്റെ സാലറി വരുന്നത് ഉണ്ടാവുക. ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ഉണ്ടോ? എന്റെ കോൺഫിഡൻസ്. നിങ്ങൾ പഠിപ്പിക്കുന്നതിൽ കോൺഫിഡൻസ് ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ റിസൾട്ട് കൊണ്ടുവരുന്നുണ്ടോ? കൊണ്ടുവരുന്നുണ്ട്. റിസൾട്ട് കൊണ്ടുവരുന്നത് നിങ്ങൾ അത് ചെയ്യാം. ഓക്കെ, യു ഗോട്ട് മീ? ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ്? ജനങ്ങൾ നിങ്ങളുടെ അടുത്ത് വരാൻ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കണ്ടിട്ടല്ല ജനങ്ങൾ നിങ്ങളുടെ അടുത്ത് വരാൻ. ഇസ് ദാറ്റ് കറക്റ്റ്? ദേ ആർ നോട്ട് ലുക്കിംഗ് അറ്റ് വാട്ട് സർട്ടിഫിക്കറ്റ് യു ഹാവ്. ദേ ആർ കമ്മിങ് ബിക്കോസ് യു ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് റിസൾട്ട്സ്. ക്യാൻ യു പ്രൊഡ്യൂസ് റിസൾട്ട് വിത്ത് ദ ക്വാളിഫിക്കേഷൻ ആൻഡ് ദ ക്വാളിറ്റി ദാറ്റ് യു ഹാവ്? യെസ്. ദെൻ ഗോ ഫോർ ഇറ്റ്. ഓക്കെ, അപ്പം അതാണ്. അപ്പം ഞാനിപ്പം എന്റെ ഡ്രീം വിഷൻ എന്ന് പറയുന്നത് ഇപ്പം ഇതിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തണം
ഇതേപോലെ എനിക്കും ഒരു ടീം ഫോം ചെയ്യണം എന്റെ ഫ്യൂച്ചറിൽ എന്നാണ്. തീർച്ചയായിട്ടും പറ്റുമല്ലോ, അതെന്നെക്കൊണ്ട് തീർച്ചയായിട്ടും പറ്റും, സാധിക്കുമോ അത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പറ്റും. വൈ, എന്തുകൊണ്ട് പറ്റും? ബിക്കോസ് യു ആർ ലേണിംഗ് ഫ്രം ഹിയർ. നിങ്ങൾ 100% നിങ്ങളുടെ ഹാർട്ട് ഇവിടെയാണുള്ളത്. യെസ്. ഇസ് ദറ്റ് കറക്റ്റ്? അത് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങളുടെ ഇൻകം കൂട്ടാൻ പറ്റും. കാരണം നിങ്ങൾ റിസൾട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, ലൈഫ് സ്റ്റൈലോ വാട്ട് എവർ ഇറ്റ് ഇസ് യു ആർ ഡൂയിങ്, ഇഫ് യു ക്യാൻ ബ്രിങ് റിസൾട്ട് ഇൻ പീപ്പിൾസ് ലൈഫ്, ദേ വിൽ കം ടു യു. ഞാൻ ഇപ്പോൾ ഇവിടെ എത്ര പേരുണ്ട്? ഞാൻ ജസ്റ്റ് നോക്കട്ടെ. ഇവിടെ 228 പേരുണ്ട്. നമ്മൾ വല്ല അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടാണോ? Did we spend any one single penny? No. Do you agree to that? How many of you agree? How many of you agree to that? ഞങ്ങൾ ഒരു പൈസ ചെലവാക്കിയിട്ടില്ല ഇതിന്. Because you trusted us. Is that correct? ഇവിടെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ. Because you trusted, അതുകൊണ്ടാണ് നിങ്ങൾ ഇനിയും റിയാസ് ഹക്കീമിനെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. Is that correct? How many of you agree? Say agree. You got it. അതേപോലെ നാളെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ബ്രാൻഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? The world will come to you. Okay. The world will come to you. The world will come to anyone. ഇവിടെയുള്ള 228 ആൾക്കാരും ലീഡേഴ്സ് ആണ്. അവർക്ക് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ജസ്റ്റ് ഒരു പേരിനല്ല, നെയിം സേക്കിനല്ല, ഇഫ് യു ക്യാൻ ബ്രിങ് റിസൾട്ട് ഇൻ പീപ്പിൾസ് ലൈഫ്, I'll tell the world will come to you. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടോ? 0 to 10. 0 to 10. How much do you have the confidence? 10. എനിക്ക് My dear doctor, go for it. എന്റെ ഒന്നാമത് ഞാനിപ്പം അപ്പൊ ഞാൻ ഉദ്ദേശിച്ച എന്റെ We need to stop here. Can you go for it? Yes, go for it. Happy for that? Yes, happy. 0 to 10. How much happy are you? 10. Good. Thank you. Next caller, please.